നമസ്കാരം. പ്രധാന വാർത്തകൾ. വി.കെ. ശശികലയ്ക്കെതിരെ കേസെടുത്ത് CBI. 450 കോടിയുടെ പഞ്ചസാര മില്ല് വാങ്ങിയ സംഭവത്തിലാണ് കേസെടുത്തത്. നിരോധിച്ച നോട്ടുകൾ ഉപയോഗിച്ച് മിൽ വാങ്ങിയതിനാണ് ശശികലയ്ക്കെതിരെ കേസെടുത്തത്. കാഞ്ചീപുരത്തെ പത്മദേവി മില്ലാണ് ശശികല വാങ്ങിയത്. നോട്ട് നിരോധനത്തിന് പിന്നാലെയായിരുന്നു വിൽപ്പന. 450 കോടി രൂപയുടെ പഴയ കറൻസി നോട്ടുകൾ നൽകിയാണ് മില്ല് വാങ്ങിയത്. 2017 മില്ല് മാനേജർ ഹിതേഷ് പട്ടേൽ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ടെന്ന് CBI വ്യക്തമാക്കി. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അമീബിക് മസ്തിഷ്ക ജ്വരം, ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷ് എന്നയാളാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് 11 പേരാണ് ചികിത്സയിലുള്ളത്. ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരന് വ്യാഴാഴ്ച അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് വെച്ച് ഗൃഹനാഥന് നേർക്ക് കാട്ടാന ആക്രമണം, ഗുരുതര പരിക്ക്. കാട്ടിക്കുളം സ്വദേശി മണ്ണുണ്ടി ഉന്നതിയിൽ ചിന്നനാണ് പരിക്കേറ്റത്. 50 വയസ്സായിരുന്നു. വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കാട്ടാനാക്രമണത്തിൽ ചിന്നന്റെ വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. തോളലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ച ചിന്നനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിഭജികയുടെ മരണം, ഭർത്താവ് നിതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. നിതീഷിനെ ഉടൻ നാട്ടിലെത്തിച്ച മൊഴിയെടുക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംഭവത്തിൽ അന്വേഷണ സംഘം ഫ്ളാറ്റിലെ ഹോം മെയ്ഡിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഭജികയുടെ ലാപ്ടോപ്പ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. കൂടാതെ ഷാർജയിലെ കേസ് വിവരങ്ങൾ കൈമാറുന്നതിനായി കോൺസുലേറ്റിനെ സമീപിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. മരണത്തിന് മുമ്പ് വിഭജിക സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യാക്കുറിപ്പ് അപ്രത്യക്ഷമായതിലും പ്രത്യേക അന്വേഷണം നടത്തുമെന്നും സൂചനകളുണ്ട്. കസ്റ്റഡി മർദ്ദനം, പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രതിപട്ടികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ തൃപ്പൂരിലെ വീട്ടിലേക്കാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.